IPL-ൽ മുംബൈ ഇന്ത്യൻസിന് ജയത്തുടക്കം 6 വിക്കറ്റിനാണ് കൊൽക്കത്തയെ മുംബൈ തോൽപ്പിച്ചത്. രോഹിത് ശർമ്മയുടെയും റിയാൻ റിക്കിൾട്ടണിന്റെയും അർദ്ധ സെഞ്ചുറിയാണ് മുംബൈ ജയം അനായാസമാക്കിയത്. 13 വർഷങ്ങൾക്ക് ശേഷമാണ് മുംബൈ IPL-ലെ ആദ്യ മത്സരം വിജയിക്കുന്നത്. സ്പോർട്സ് ഡെസ്കിൽ നിന്ന് കിലാഫ് അഹമ്മദാണ് ചെയ്തത്. കിലാഫ്, അങ്ങനെ 13 വർഷത്തിനൊടുവിൽ ദൈവത്തിന്റെ പോരാളികൾ ജയിച്ചു തുടങ്ങിയല്ലേ? തീർച്ചയായും അഞ്ജലി സൂചിപ്പിച്ചതുപോലെ തന്നെ 13 വർഷങ്ങൾക്ക് ഒടുവിൽ ദൈവത്തിന്റെ പോരാളികൾ എന്നറിയപ്പെടുന്ന മുംബൈ ഇന്ത്യൻസിനെ ഒരു ആദ്യ മത്സരത്തിൽ തന്നെ IPL-ന്റെ ആദ്യ മത്സരത്തിൽ തന്നെ ജയിക്കാൻ സാധിച്ചു. ഏറ്റവും ഒടുവിൽ 2012-ലായിരുന്നു മുംബൈ ഇന്ത്യൻസ് ഈ ഒരു ആദ്യ മത്സരം IPL-ൽ വിജയിക്കുന്നത്. ഇനി മത്സരത്തിലേക്ക് വരുവാണെങ്കിൽ ഇന്നൊരു മികച്ച മത്സരം തന്നെയാണ് മുംബൈ വാങ്കഡയിൽ ഉണ്ടായിരുന്നത്. അതിൽ നമ്മൾ എടുത്തു പറയേണ്ടത് രോഹിത് ശർമ്മയുടെയും അതേപോലെ തന്നെ റിയാൻ റിക്കിൾട്ടന്റെയും പ്രകടനം നമ്മൾ എടുത്തു പറയണം. അതായത് 221 റൺസ് എന്ന കൂറ്റൻ വിജയലക്ഷ്യവുമായി ഇറങ്ങിയ മുംബൈ ഒരു അനായാസ ജയം സമ്മാനിക്കുന്നതിൽ നിർണായകമായത് ഈ ഇരു താരങ്ങളുടെയും ഒരു പ്രകടനമാണ്. നമ്മൾ നോക്കുകയാണെങ്കിൽ രോഹിത് ശർമ്മ സമീപകാലത്തെ ഒരു മികച്ച ഫോം ഈ ഒരു മത്സരത്തിലും തുടരുകയായിരുന്നു. 38 പന്തിൽ നിന്ന് 68 റൺസുമായി പുറത്താവുകയായിരുന്നു താരം. ഒപ്പം തന്നെ റിയാൻ റിക്കിൾട്ടന്റെയും പ്രകടനം 40 പന്തിൽ നിന്ന് 81 റൺസാണ് ഇതിലെടുത്തത്. കൂടാതെ പിന്നീട് വന്നവരും ഒരു മികച്ച രീതിയിൽ തന്നെ ബാറ്റിംഗ് തന്നെ ഫോം തന്നെ കാഴ്ചവെച്ചു. സൂര്യകുമാർ യാദവ് അടക്കമുള്ള ഇമ്പാക്റ്റ് ആയിട്ട് വന്ന സൂര്യകുമാർ യാദവ് അടക്കം 16 റൺസുമായാണ് താരം മടങ്ങിയതെങ്കിലും ഒരു മികച്ച റണ്ണ് തന്നെയാണ് താരം കണ്ടെത്തിയത്. ഏറ്റവും ഒടുവിൽ നമ്മൾ പറയേണ്ടത് ഇതിൽ 4 വിക്കറ്റ് നഷ്ടത്തിലാണ് മുംബൈ ഈ ഒരു വിജയത്തിലേക്ക് എത്തിയത്. ഒപ്പം തന്നെ നമ്മൾ ഇതിൽ മറ്റൊരു കാര്യം, നേരത്തെ തന്നെ കൊൽക്കത്ത 220-ലേക്ക് എത്തിയത് ഈ ഒരു ക്യാപ്റ്റൻ അജിങ്ക്യ രഹാന്റെ ഒരു മികച്ച പ്രകടനം, അതായത് 80 റൺസാണ് താരം അടിച്ചെടുത്തത്. കൂടാതെ അവസാന ഓവറുകളിൽ അങ്കരീഷ് രഘുവംശിയും ഒരു മികച്ച ഫോം തന്നെ അർദ്ധ സെഞ്ചുറി നേടി ഒരു മികച്ച സ്കോറിലേക്ക് എത്തിച്ചു. അതായത് മുംബൈയെ പോലുള്ള ടീമിനെതിരെ 220 റൺസ് എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ സ്കോറാണ്. ആ ഒരു സ്കോറിനെ പ്രതിരോധിക്കാൻ കൊൽക്കത്തയ്ക്ക് സാധിക്കാതെ ഒരു മികച്ച ഒരു ബോളിംഗ് നിര ഇല്ലാത്തത് കൊണ്ട് വേണമെങ്കിൽ നമ്മൾക്ക് ഇതിൽ വിശേഷിപ്പിക്കാം. എന്തായാലും ഒരു 13 വർഷത്തിന് ശേഷം ദൈവത്തിന്റെ പോരാളികൾ വിജയിച്ചു തുടങ്ങി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഒപ്പം തന്നെ നമ്മൾ എടുത്തു പറയേണ്ടത് മുംബൈ ഇന്ത്യൻസിന്റെ ഏറ്റവും വലിയ റൺ ചേസിംഗ് ആണ് IPL ചരിത്രത്തിൽ ഇന്ന് നടന്നത്. അതായത് 2021-ൽ 219 റൺസ് ആയിരുന്നു മുംബൈ ഡൽഹിക്കെതിരെ ചേസ് ചെയ്തിരുന്നത്. എന്നാൽ ഇന്ന് മുംബൈ വാങ്കഡയിൽ സ്വന്തം ആരാധകർക്ക് മുന്നിൽ തന്നെ 221 റൺസ് എന്ന കൂറ്റൻ സ്കോർ തന്നെ ചേസ് ചെയ്തുകൊണ്ട് ഒരു ചരിത്രം കൂടി മുംബൈ സൃഷ്ടിച്ചിരിക്കുകയാണ്. എന്തായാലും മുംബൈ വാങ്കഡയിൽ 13 വർഷത്തെ ഒരു ചരിത്രം തിരുത്തി കൊടുക്കുന്നതോടൊപ്പം തന്നെ ഒരു വലിയൊരു ചരിത്രം ചേസിംഗിലും ഒരു ചരിത്രം മാറ്റിക്കുറിച്ചിരിക്കുകയാണ് മുംബൈ ഇന്ത്യൻസ്. അഞ്ജലി. ശരി, കിലാഫ് അഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്.